ടോണി ചായനെതിരെ ഒരു വ്ളോഗർ രംഗത്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വോയിസും സോഷ്യൽ മീഡിയയിൽ ഇപ്പം വിവാദമായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആദ്യം ആ വോയിസ് ഒന്ന് കേൾക്കാം. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് നിന്നെ കേട്ടോ. ഐ ലവ് യു ഉമ്മ. എടി ഇത്രയും സുന്ദരികളായ പെണ്ണുങ്ങളുണ്ട് കേട്ടോ. അതുപോലെ ഇഷ്ടമാണ് നിന്നെ. എനിക്ക് അതുപോലെ ജീവനായി പോയടി വാവേ. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് നിന്നെ കേട്ടോ. ഐ ലവ് യു ഉമ്മ. എടി ഇത്രയും സുന്ദരികളായ പെണ്ണുങ്ങളുണ്ട് കേട്ടോ. ഈ ഒരു വോയിസ് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ആരോടാണ് പറയുന്നതെന്ന് നമുക്കറിയത്തില്ല. വളരെ കുറച്ച് ഭാഗം മാത്രമേ ഇപ്പം പുറത്തു വന്നിട്ടുള്ളൂ. അതായത് നീ വളരെ സുന്ദരിയാണ്, പൊന്നെ ചക്കര എന്നൊക്കെ പറയുന്ന ഒരു വോയിസ് ക്ലിപ്പാണ്. അതിന്റെ പൂർണ്ണ ക്ലിപ്പ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് വ്യക്തമാകുമായിരുന്നു. പക്ഷെ വളരെ കുറച്ച് ഭാഗം മാത്രമേ വന്നിട്ടുള്ളൂ. ഇതിപ്പോ കറക്റ്റ് എന്താണ്, ആരോടാണ് എന്നൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. ഭാര്യയോടാണോ, ഇനിയിപ്പോ മറ്റ് ഇല്ലീഗലായിട്ടുള്ള എന്തെങ്കിലും ഇതാണോ ഒന്നും നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് ബോധ്യം വന്നിട്ടില്ല. പിന്നെ ഒരു വ്ളോഗർ ഒരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ട്. ആ വീഡിയോ കൂടെ നമുക്കൊന്ന് കാണാം. ഇവിടുത്തെ വർക്കിന് പോയിട്ടില്ലയോ? അപ്പം എപ്പോഴാണ് മെസ്സേജ് അയച്ചാൽ മൂന്നാമത്തെ ഇവന്റ് കഴിഞ്ഞു. എന്താ വെച്ചാൽ തൊലിയങ്ങ് ഉരിഞ്ഞ് നമ്മളത് തൊലി ഉരിഞ്ഞു പോകും. കുടുംബസംഗമത്തിൽ കുറെ ടിവിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വീട് എടുത്തോ, കറി വെച്ചോ, അല്ലെങ്കിൽ അങ്ങനെ കൂടി സഹിക്കാൻ വയ്യ. പിന്നെ ടി വി എടുത്ത് വെച്ചിട്ട് എന്റെ അടുത്ത് മറ്റേ ക്യാമറ ടീമിലുള്ള പയ്യന്മാരുണ്ട് പറഞ്ഞായിരുന്നു. എന്റെ മറ്റേ ക്യാമറ ടീമിലുള്ള പയ്യന്മാരുണ്ട് പറഞ്ഞായിരുന്നു. എന്റെ പൊന്നി എന്താണെങ്കിലും ഇങ്ങനെ പോയിട്ട് കാണിക്കും. ആ സൈഡിലൊരു 54 ഇഞ്ചിന്റെ 45 ഇഞ്ചിന്റെ ടി വി അതൊക്കെ സൈഡിൽ വീട്ടിൽ കൊണ്ടുപോകാൻ നോക്ക്. അത് വാങ്ങിച്ചാലും വാങ്ങിച്ചില്ലെങ്കിലും അങ്ങനെ അപ്പൊ ഇവരിതിനകത്ത് പറയുന്നത് നേരത്തെ പറയാൻ ആഗ്രഹിച്ചതാണ്, നേരത്തെ പറയാൻ ഒരുങ്ങിയതാണ്. പക്ഷെ എന്തുകൊണ്ടോ ഇവര് പിന്നോട്ട് മാറി എന്നൊക്കെ പറയുന്നു. പല നാൾ കള്ളൻ ഒരു നാൾ പിടിക്കും, എന്നെങ്കിലും പിടി വീഴും എന്നുള്ളൊരു വിശ്വാസത്തിൽ ഇതുവരെയും മിണ്ടാതിരുന്നതാണ് എന്നൊക്കെ ഉള്ള ഒരു ധ്വനിയിലാണ് ഇവർ സംസാരിക്കുന്നത്. അത് മാത്രമല്ല, ഇവർ പറയുന്നൊരു കാര്യമുണ്ട്. അച്ചായൻ ടി വി എടുത്തോ എന്ന് പറഞ്ഞപ്പം ആ ടി വി എടുത്ത് കാറിൽ വെച്ചു. ടി വി വാങ്ങിച്ചാലും വാങ്ങിച്ചില്ലെങ്കിലും കോഴിത്തരം ഇങ്ങേരെടുക്കും. എന്നാൽ പിന്നെ വാങ്ങിച്ചുകൊണ്ട് ആ കോഴിത്തരം അങ്ങ് സഹിക്കാമെന്ന് ഇവരങ്ങ് വിചാരിച്ചു എന്ന്. എന്ത് രസമുണ്ട് കേൾക്കാനല്ലേ, എന്ത് രസമുണ്ട്. ഈ ടോണിയച്ചായൻ കോഴിയാണ്, കോഴിത്തരം കാണിച്ചു എന്നുണ്ടെങ്കിൽ സ്പോട്ടിൽ പ്രതികരിച്ചുകൂടായിരുന്നോ? ടോണിയച്ചായന്റെ 4 വർക്കാണ് ഇവർക്ക് കിട്ടിയിട്ടുള്ളത്. ആ 4 വർക്കും ഇവർ ചെയ്തു എന്നുള്ളതാണ്. ഇത്രയും കോഴിത്തരം കാണിക്കുന്ന ഒരാളുടെ വർക്ക് ആരെങ്കിലും ഏറ്റെടുക്കുമോ? എനിക്ക് നിങ്ങളുടെ വർക്ക് വേണ്ട, എനിക്ക് വേറെ വർക്ക് കിട്ടും, എനിക്ക് നിങ്ങളുടെ പൈസ വേണ്ട എന്ന് പറയും. അത് മാത്രമല്ല, ആ ടി വിയും കൂടി അങ്ങ് വാങ്ങിച്ചു. കോഴിത്തരം എന്തായാലും കേൾക്കണം. ടി വിയുടെ വലിപ്പം കണ്ടപ്പോഴത്തേക്ക് കണ്ണ് മഞ്ഞളിച്ചു പോയി. ആ ടി വി എടുത്ത് കാറിൽ വെച്ച് വീട്ടിൽ കൊണ്ടുപോയി. എന്നിട്ട് പറയുന്നത് നല്ല അന്തസ്സുള്ള ഒരു മറുപടി, എന്തായാലും കോഴിത്തരം സഹിക്കണം, എന്നാൽ പിന്നെ ടി വി വാങ്ങിച്ചുകൊണ്ട് കോഴിത്തരം സഹിച്ചാൽ പോരെ. കേൾക്കാൻ നല്ല അന്തസ്സുണ്ടല്ലേ, നല്ല അന്തസ്സുണ്ട്. എന്താ അന്തസ്സുള്ള മറുപടിയാണ് പറയുന്നത്. ഭാര്യയും ഭർത്താവും കൂടെയാണ് ഇത്രയും വലിയ അന്തസ്സ് ഈ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് വിളിച്ചു പറയുന്നത്. ഇനിയിപ്പോൾ അങ്ങേര് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പുറത്ത് വരണം എന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. കാരണം ചാരിറ്റി എന്ന് പറയുന്നത് ഒരു പുണ്യപ്രവൃത്തിയാണ്. അതിൻ്റെ പിന്നിൽ ഇതുപോലെയുള്ള വൃത്തികേടുകൾ കാണിക്കാനുള്ള മുഖംമൂടി അല്ല. അപ്പം അങ്ങനെ ഒരു മുഖംമൂടി ഈ അച്ചായൻ ധരിച്ചിട്ടുണ്ട് എങ്കിൽ അത് അഴിഞ്ഞു വീഴണം എന്ന് തന്നെയാണ് പറയുന്നത്. ടോണി അച്ചായൻ്റെ ചാരിറ്റി പ്രവർത്തനങ്ങളെ, ഇദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ഈ ഒരു വോയിസ് വന്നപ്പോൾ ഞാൻ ആദ്യം പ്രതികരിച്ചില്ല. എന്തുകൊണ്ടാണ് അതിനെതിരെ വീഡിയോ ഇടാത്തതെന്നൊക്കെ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വ്യക്തമാകാത്ത ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ എങ്ങനെ അഭിപ്രായം പറയാനാണ്? ആകെ ഒരു ചെറിയൊരു ക്ലിപ്പ് പുറത്തു വന്നു. അതിൽ സത്യം എന്താ അസത്യം എന്താ എന്ന് പോലും നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. ഭാര്യയോടാണോ പറയുന്നത്, ഇനി ആരോടാണ് പറയുന്നത്? അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ രൂപം ഇടണമായിരുന്നു. ആ പെൺകുട്ടി നേരെ വരണമായിരുന്നു.